ഇന്ത്യയിലെ സർക്കാർ സേവന മേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ സാമ്പത്തിക സുരക്ഷിതത്വവും ജീവിത നിലവാരവും നിർണ്ണയിക്കുന്നതിൽ ശമ്പള കമ്മീഷനുകൾക്ക് നിർണായക പങ്കുണ്ട്. സാധാരണയായി 10 വർഷത്തിൽ ഒരിക്കലാണ് കേന്ദ്ര സർക്കാർ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കാറുള്ളത്. 2016 നടപ്പിലാക്കിയ 7ാം ശമ്പള കമ്മീഷന് ശേഷം 2026 ജനുവരി മുതൽ 8ാം ശമ്പള കമ്മീഷൻ പ്രാബല്യത്തിൽ വരുമെന്ന പ്രതീക്ഷയിലാണ് ജീവനക്കാർ. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ശമ്പള ഘടനയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ 8ാം ശമ്പള കമ്മീഷന് സാധിക്കുമെന്ന് കരുതപ്പെടുന്നു. നിലവിലെ പണപ്പെരുപ്പവും ജീവിത ചെലവും കണക്കിലെടുത്ത് അടിസ്ഥാന ശമ്പളത്തിൽ ഗണ്യമായ വർധനവ് വേണമെന്ന ആവശ്യം വിവിധ ജീവനക്കാരുടെ സംഘടനകൾ ഉന്നയിച്ചിട്ടുണ്ട്. പ്രതീക്ഷിക്കുന്ന മാറ്റങ്ങൾ എന്നത് 7ാം ശമ്പള കമ്മീഷനിൽ 2.57 ആയിരുന്നു ഫിറ്റ്മെന്റ് ഫാക്ടർ എങ്കിൽ 8ാം കമ്മീഷനിൽ ഇത് 3.68 വരെ ഉയർത്തണമെന്ന ആവശ്യമുണ്ട്. ഇത് നടപ്പിലായാൽ ഏറ്റവും കുറഞ്ഞ അടിസ്ഥാന ശമ്പളം 18,000 രൂപയിൽ നിന്നും 26,000 രൂപയോളമായി വർദ്ധിച്ചേക്കാം. ശമ്പളത്തിനൊപ്പം തന്നെ പെൻഷൻ തുകയിലും വലിയ വർധനവ് പ്രതീക്ഷിക്കുന്നു. ഇത് വിരമിച്ച ജീവനക്കാരുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കും. കേന്ദ്ര സർക്കാർ ഇതുവരെ ഔദ്യോഗിക സമയപരിധി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും 2024-25 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റിനു ശേഷം ഇതിനുള്ള പ്രക്രിയകൾ വേഗത്തിലാക്കുമെന്നാണ് സൂചന. കേന്ദ്രത്തിന്റെ ഔദ്യോഗിക വിജ്ഞാപനം വരുന്നതിന് മുൻപ് തന്നെ പല സംസ്ഥാനങ്ങളും തങ്ങളുടെ ജീവനക്കാർക്കായി തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു. ഇതിൽ സാമ്പത്തികമായി കരുത്തുള്ള സംസ്ഥാനങ്ങളാണ് മുൻപന്തിയിലുള്ളത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സർക്കാർ ജീവനക്കാരുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് UP. കേന്ദ്ര ശമ്പള കമ്മീഷൻ ശുപാർശകൾ ഉടൻ നടപ്പിലാക്കാൻ യോഗി ആദിത്യനാഥ് സർക്കാർ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ സാമ്പത്തിക തലസ്ഥാനമായ മഹാരാഷ്ട്ര തങ്ങളുടെ കരുത്തുറ്റ ധനസ്ഥിതി ഉപയോഗിച്ച് ജീവനക്കാർക്ക് വേഗത്തിൽ ശമ്പള വർധനവ് നൽകാൻ പദ്ധതിയിടുന്നു. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ശമ്പള പരിഷ്കരണത്തിൽ ആസാം വലിയ മുന്നേറ്റമാണ് നടത്തുന്നത്. വരും മാസങ്ങളിൽ തന്നെ പുതിയ നിരക്കുകൾ പ്രാബല്യത്തിൽ വരുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുമുണ്ട്. വ്യവസായ സൗഹൃദ സംസ്ഥാനങ്ങളായ ഇവ രണ്ടും ജീവനക്കാരുടെ ആനുകൂല്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാതെ ശമ്പള കമ്മീഷൻ നടപ്പിലാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. കേരളത്തിലെ സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം 2026 സന്തോഷകരമായ ഒരു വർഷമായാണ് ആരംഭിക്കുന്നത്. സംസ്ഥാന ബഡ്ജറ്റിൽ ധനമന്ത്രി KN ബാലഗോപാൽ നടത്തിയ പ്രഖ്യാപനങ്ങൾ ജീവനക്കാരുടെ നീണ്ട നാളത്തെ ആശങ്കകൾക്ക് വിരാമമിട്ടു. പ്രധാന പ്രഖ്യാപനങ്ങൾ എന്നത് സംസ്ഥാന ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിനായി നിയോഗിച്ച 12ാമത് കമ്മീഷൻ അടുത്ത 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കും. ഇത് നടപ്പിലാക്കുന്നതോടെ കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ ഗണ്യമായ വർധനവുണ്ടാകും. കഴിഞ്ഞ കുറച്ചു കാലമായി മുടങ്ങിക്കിടക്കുന്ന ക്ഷാമബദ്ധ കുടിശ്ശികകൾ പൂർണ്ണമായി നൽകുമെന്ന് സർക്കാർ ഉറപ്പ് നൽകി. ഇത് പെൻഷൻകാർക്കും ബാധകമാണ്. ബഡ്ജറ്റ് പ്രഖ്യാപനം അനുസരിച്ച് ഫെബ്രുവരി മാസത്തെ ശമ്പളത്തിനൊപ്പം ഒരു ഗഡു DA കുടിശ്ശിക നൽകും. ബാക്കിയുള്ള എല്ലാ കുടിശ്ശികകളും മാർച്ച് മാസത്തെ ശമ്പളത്തോടൊപ്പം വിതരണം ചെയ്യാനാണ് തീരുമാനം. ഇതിനായി ആവശ്യമായ തുക ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ശമ്പള വർധനവ് ജീവനക്കാർക്ക് സന്തോഷം നൽകുന്ന ഒന്നാണെങ്കിലും ഇത് സർക്കാരിന്റെ ഖജനാവിന് വലിയ ബാധ്യതയുണ്ടാക്കുന്ന ഒന്നാണ്. കേരളം പോലുള്ള ഒരു ഉപഭോക്തൃ സംസ്ഥാനത്ത് ജീവനക്കാരുടെ കൈകളിൽ കൂടുതൽ പണം എത്തുന്നത് വിപണിയിൽ ഉണർവുണ്ടാക്കാൻ സഹായിക്കും. റിയൽ എസ്റ്റേറ്റ്, ഓട്ടോമൊബൈൽ, ഗൃഹോപകരണ മേഖലകൾ എന്നിവയിൽ ഈ വർധനവ് പ്രതിഫലിക്കും. എങ്കിലും ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുമ്പോൾ അത് സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന രീതിയിലുള്ള വിലക്കയറ്റത്തിന് കാരണമാകരുതെന്ന വെല്ലുവിളിയും സർക്കാരിന് മുന്നിലുണ്ട്. ജീവിതത്തിന്റെ നല്ലൊരു കാലം സർക്കാരിനായി സമർപ്പിച്ച പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം ഈ ശമ്പള കമ്മീഷൻ നിർണായകമാണ്. വർദ്ധിച്ചു വരുന്ന മരുന്നുകളുടെ വിലയും ചികിത്സാ ചെലവും കണക്കിലെടുക്കുമ്പോൾ പെൻഷൻ കുടിശ്ശികയും വർധനവും അവർക്ക് വലിയ കൈത്താങ്ങാകും. മെഡിസെപ്പ് പോലുള്ള പദ്ധതികൾക്കൊപ്പം പെൻഷൻ വർധനവ് കൂടി വരുമ്പോൾ അത് മുതിർന്ന പൗരന്മാരെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. 8ാം ശമ്പള കമ്മീഷൻ സംബന്ധിച്ച കേന്ദ്രത്തിന്റെ അടുത്ത നീക്കം എന്തായിരിക്കും എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കേന്ദ്ര പ്രഖ്യാപനം നടത്തുന്നതോടെ സംസ്ഥാനങ്ങൾക്കും അത് വേഗത്തിൽ നടപ്പിലാക്കാൻ സാധിക്കും. കേരളത്തിൽ 12ാമത് ശമ്പള കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുന്നതോടെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ മെച്ചപ്പെട്ട ശമ്പള ഘടനയിലേക്ക് കേരളം മാറാനുള്ള സാധ്യതയുമുണ്ട്. 2026 ശമ്പള പരിഷ്കരണം കേവലം ഒരു ശമ്പള വർധനവ് മാത്രമല്ല, മറിച്ച് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ അധ്വാനത്തിലുള്ള അംഗീകാരവും അവരുടെ സാമ്പത്തിക സുരക്ഷിതത്വത്തിലുള്ള ഉറപ്പുമാണ്. കേരള സർക്കാർ ബഡ്ജറ്റിലൂടെ നൽകിയ വാഗ്ദാനങ്ങൾ കൃത്യസമയത്ത് പാലിക്കപ്പെടുമെന്നത് ജീവനക്കാർക്ക് ആശ്വാസം പകരുന്നു. DA കുടിശ്ശികകളുടെ വിതരണവും പുതിയ കമ്മീഷൻ ശുപാർശകളും നടപ്പിലാക്കുന്നതോടെ കേരളത്തിലെ പൊതുസേവന മേഖല കൂടുതൽ കാര്യക്ഷമമാക്കുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം.